ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ്. പ്രിയപ്പെട്ട കുട്ടികളെ, ക്ലാസ് 4 ഹിന്ദിയിലെ 5ാമത്തെ ചാപ്റ്ററായ ആസ്മാൻ ഗിര നമുക്കിന്ന് മനസ്സിലാക്കാം. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, സ്കൈ. ഗിര എന്ന് പറഞ്ഞാൽ വീണു. ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക. ഗിര എന്ന് പറഞ്ഞാൽ വീണു. ആകാശം വീണു. ഭയം കാരണം ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവർ പറയുന്നത് അന്ധമായി വിശ്വസിക്കുന്നതും എങ്ങനെ വിഡ്ഢിത്തത്തിലേക്ക് നയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയാണിത്. നമുക്ക് കഥ വായിച്ച് ഓരോരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാം. ഏക് ഖർഗോഷ് ഥാ, ഒരു മുയലുണ്ടായിരുന്നു. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ റാബിറ്റ്, മുയൽ. ഥാ, ഉണ്ടായിരുന്നു. വഹ് പേഡ് കെ നീച്ചെ സോ രഹാ താ, അത് മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഉറങ്ങുകയായിരുന്നു. പേഡ് എന്ന് പറഞ്ഞാൽ ട്രീ, മരം. നീച്ചെ താഴെ, മരത്തിൻ്റെ താഴെ, മരത്തിൻ്റെ ചുവട്ടിൽ. സോ രഹാ താ, ഉറങ്ങുകയായിരുന്നു. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. സോന എന്ന് പറഞ്ഞാൽ സ്വർണം എന്ന അർത്ഥവുമുണ്ട്. ഇവിടെ ഉറങ്ങുക. അപ്പോൾ മുയൽ മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുകയായിരുന്നു. അച്ചാനക് ജോർ കി ആവാസ് ഹുയി, അച്ചാനക് പെട്ടെന്ന്, ജോർ കി ഉച്ചത്തിലുള്ള, ആവാജ് ശബ്ദം, ഹുയി ഉണ്ടായി, പെട്ടെന്ന് ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടായി. ധം, ധം എന്ന് പറയുന്നത് കിസി വസ്തു കെ ഗിർനെ പർ ഹോനെ വാലി ആവാജ്, അതായത് ഏതെങ്കിലും വസ്തുക്കൾ വീഴുമ്പോഴുണ്ടാകുന്ന സൗണ്ട്. ഖർഗോഷ് ചോങ്ക് കർ ഉട്ടുകയാ, ഈ ശബ്ദം കേട്ടപ്പോൾ ഖർഗോഷ് എന്ത് ചെയ്തു? ചോങ്ക് കർ. ചോങ്ക് കർ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയപ്പെടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഖർഗോഷ് എന്ത് ചെയ്തു? ഞെട്ടിക്കൊണ്ട് ഉണർന്നു, എഴുന്നേറ്റു. വഹ് ബോല, അത് പറഞ്ഞു. അരേ ക്യാ ഗിരാ, അരേ എന്താണ് വീണത്, എന്താണ് വീണത്? ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, അരേ ക്യാ ഗിര, എന്താണ് വീണത്? ഖർഗോഷിനെ ഇധർ ഉധർ ദേഖ, മുയൽ എന്ത് ചെയ്തു? ഇവിടെയും അവിടെയും ഒക്കെ നോക്കി. ഇധർ ഇവിടെ, ഉധർ അവിടെ. മുയൽ ഇവിടെയും അവിടെയും ഒക്കെ നോക്കി, ആ മരത്തിൻ്റെ ചുറ്റുപാടും നോക്കി. ഉസേ കുച്ച് ദിഖായി നഹി ദിയ, അതിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുച്ച് ദിഖായി നഹി ദിയ, ഒന്നും കണ്ടില്ല. ഖർഗോഷ് അവിടെ ഒന്നും കണ്ടില്ല. ഉസേ ലഗ ആസ്മാൻ ഗിർ രഹാ ഹെ, അതിന് തോന്നി. ലഗ തോന്നി, മുയലിന് തോന്നി. ആസ്മാൻ സ്കൈ, ഗിർ രഹാ ഹെ വീഴുകയാണെന്ന് തോന്നി, ആകാശം വീഴുകയാണെന്ന് തോന്നി. ഖർഗോഷ് ഡർ ഗയ, മുയൽ പേടിച്ചു, ഭയപ്പെട്ടു. ഓർ ഭാഗ്നെ ലഗ, എന്നിട്ട് ഓടിപ്പോകാനായിട്ട് തുടങ്ങി, ഓടാനായിട്ട് തുടങ്ങി. ഭാഗ്ന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടോടുക അല്ലെങ്കിൽ ഓടുക. എന്നിട്ട് ഭയപ്പെട്ടിട്ട് ഖർഗോഷ് എന്ത് ചെയ്തു? ഓടാനായിട്ട് തുടങ്ങി. ഡർ എന്ന് പറഞ്ഞാൽ ഭയം അല്ലെങ്കിൽ പേടി. പിന്നീട് എന്ത് സംഭവിച്ചു? ഭാഗത്തെ ഭാഗത്തെ ഉസേ ഏക് ലോമഡി മിലി, ഓടി ഓടി അതിന് ഒരു ലോമഡി എന്ന് പറഞ്ഞാൽ ഫോക്സ്. ആരെയാണ് കണ്ടുമുട്ടിയത്? മുയൽ ഒരു ഫോക്സിനെ, ഒരു കുറുക്കനെ കണ്ടുമുട്ടി. ഒരു കുറുക്കനെ കണ്ടു, വഴിയിൽ കണ്ടു. ലോമഡി എന്ന് പറഞ്ഞാൽ ഫോക്സ്. ഉസ്നെ പൂച്ച ഖർഗോഷ് ഭായി കഹാ ഭാഗേ ജാ രഹേ ഹോ, ഉസ്നെ പൂച്ച, ലോമഡി ചോദിച്ചു, കുറുക്കൻ മുയലിനോട് ചോദിച്ചു. ഖർഗോഷ് ഭായി, മുയൽ ചേട്ടാ, കഹാ ഭാഗേ ജാ രഹേ ഹോ, എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? കഹാ ഭാഗേ ജാ രഹേ ഹോ, ജരാ സുനോ തോ, ഒന്നു കേട്ടാലും. ജരാ സുനോ തോ, ഒന്നു കേട്ടാലും. ഖർഗോഷ് ഭാഗത്തെ ഭാഗത്തെ ബോല, മുയൽ ഓടിക്കൊണ്ട് പറഞ്ഞു. ആസ്മാൻ ഗിർ രഹാ ഹെ, ആകാശം വീഴുന്നുണ്ട്. ഭാഗോ ഭാഗോ, ഓടി രക്ഷപ്പെട്ടോളൂ, ഓടിക്കോളൂ. ജൽദി ഭാഗോ, പെട്ടെന്ന് ഓടിക്കോളൂ. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ലോമഡി ഭി ഭാഗ്നെ ലഗി, ഇത് കേട്ടപ്പോൾ കുറുക്കനും ഓടാനായിട്ട് തുടങ്ങി. ആകെ ജാക്കർ ഉനെ ഏക് ഭാലോ മില, മുന്നോട്ടെത്തിയപ്പോൾ അവർക്ക്
അവർ ആരെയാണ് കണ്ടത്? ഭാലു, ബേറിനെ കണ്ടുമുട്ടി, കരടിയെ കണ്ടുമുട്ടി. ഭാലു ബോല ടെഹരോ ടെഹരോ കഹാ ഭാഗേ ജാ രഹേ ഹോ, നിൽക്കൂ നിൽക്കൂ, എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? കഹാ ഭാഗേ ജാ രഹേ ഹോ. ഖർഗോഷ് ഓർ ലോമഡി ബോലെ ഭാഗോ തും ഭി ഭാഗോ. മുയലും കുറുക്കനും പറഞ്ഞു, ഭാഗോ ഓടിക്കോളൂ, നീയും ഓടിക്കോളൂ, നിങ്ങളും ഓടിക്കോളൂ. ആസ്മാൻ ഗിർ രഹാ ഹേ, ആകാശം വീഴുന്നുണ്ട്. ഭാലു ഭി ഉൻകെ സാത്ത് ഭാഗ്നെ ലഗ, കരടിയും അവരോടൊപ്പം ഓടാനായിട്ട് തുടങ്ങി. ഉൻകെ സാത്ത് അവരോടൊപ്പം, അവരുടെ കൂടെ, ഭാഗ്നെ ലഗ ഓടാനായിട്ട് തുടങ്ങി. ഖർഗോഷ്, ലോമഡി और भालू भागते भागते एक हाथी के पास से निकले. ഖർഗോഷ് മുയലും ലോമഡി കുറുക്കനും और ഭാലു കരടിയും ഭാഗത്തെ ഭാഗത്തെ ഓടി ഓടി ഏക് ഹാത്തി കെ പാസ് ഒരു ആനയുടെ അടുത്ത്, പാസസെ നിക്കലെ ആനയുടെ അടുത്തുകൂടെ കടന്നുപോയി. ആനയുടെ അടുത്തുകൂടെ അവരങ്ങ് കടന്നുപോയി. ഹാത്തി ബോല അവരെ കണ്ടപ്പോൾ ആന പറഞ്ഞു, അരേ സബ് ക്യോ ഭാഗേ ജാ രഹേ ഹോ. നിങ്ങളെല്ലാവരും എന്തിനാണ് ഓടിപ്പോകുന്നത്? സബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും. ടെഹരോ കുച്ച് ബത്താവോ തോ, അവിടെ നിൽക്കൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. കുച്ച് ബത്താവോ തോ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഭാലു ബോല ആസ്മാൻ ഗിർ രഹാ ഹെ, കരടി പറഞ്ഞു, ആകാശം വീഴുന്നുണ്ട്. തുമ്പി ഭാഗോ, നീയും ഓടിക്കോളൂ. ഹാത്തി ബി ഭാഗ്നെ ലഗ, ആനയും ഓടാനായിട്ട് തുടങ്ങി. സബ് ഭാഗ് രഹേ തെ, എല്ലാവരും ഓടുകയായിരുന്നു. ആകെ ആകെ ഖർഗോഷ്, ഉസ്കെ പീച്ചെ ലോമഡി, ഉസ്കെ പീച്ചെ ഭാലു ഓർ സബ്സെ പീച്ചെ ഹാത്തി. മുന്നിലായിട്ട് മുയൽ, ആകെ ആകെ ഖർഗോഷ്, മുന്നിലായിട്ട് മുയൽ, അതിൻ്റെ പുറകിലായിട്ട് കുറുക്കൻ, അതിൻ്റെ പുറകിലായിട്ട് കരടി, ഏറ്റവും പുറകിലായിട്ട് ഹാത്തി, എലിഫൻറ്റ്. ഭാഗത്തെ ഭാഗത്തെ ഉനേ ഷേർ മില, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ആരെയാണ് കണ്ടത്? ഷേർ എന്ന് പറഞ്ഞാൽ സിംഹം, ലയൺ. സിംഹത്തെ കണ്ടുമുട്ടി. ഉസ്നെ പൂച്ച, അവരെ കണ്ടപ്പോൾ സിംഹം ചോദിച്ചു, തും സബ് ക്യോ ഭാഗേ ജാ രഹേ ഹോ, നിങ്ങളെല്ലാവരും എന്തിനാണ് ഓടിപ്പോകുന്നത്? ഹാത്തി ബോല ആസ്മാൻ ഗിർ രഹാ ഹെ, ആന പറഞ്ഞു, ആകാശം വീഴുന്നുണ്ട്. തുമ്പി ഭാഗോ, നിങ്ങളും ഓടിക്കോളൂ. ഷേർനെ ദഹാഡ്കർ കഹ, സിംഹം എന്ത് ചെയ്തു? ദഹാഡ്കർ, ദഹാഡ്ന എന്ന് പറഞ്ഞാൽ അലറുക അല്ലെങ്കിൽ ഗർജിക്കുക. സിംഹം അലറുക അല്ലെങ്കിൽ ഗർജിക്കുക. ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ആസ്മാൻ ഗിർ രഹാ ഹെ, ആകാശം വീഴുന്നുണ്ടെന്നോ? കഹാ ഗിർ രഹാ ഹെ, എവിടെയാണ് വീഴുന്നത്? രുക്കോ, നിൽക്കൂ. യഹ് സുൻകർ സബി ജാൻവർ രുക്ക് ഗയെ, ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങളും അവിടെ നിന്നു. സബി ജാൻവർ, എല്ലാ മൃഗങ്ങളും. ഷേർ എന്തു പറഞ്ഞു? സിംഹം എന്തു പറഞ്ഞു? ആകാശം വീഴുന്നുണ്ടെന്നോ, നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മൃഗങ്ങളും അവിടെ നിന്നു. ഷേറിനെ പൂച്ച, സിംഹം ചോദിച്ചു. പൂച്ചന എന്ന് പറഞ്ഞാൽ ചോദിക്കുക. പൂച്ച ചോദിച്ചു, കിസ്നെ കഹ ആസ്മാൻ ഗിർ രഹാ ഹെ, ആരാണ് പറഞ്ഞത് ആകാശം വീഴുന്നുണ്ടെന്ന്? കിസ്നെ കഹ, ആരാണ് പറഞ്ഞത്? ഹാത്തി ബോല, എലിഫൻ്റ് പറഞ്ഞു. ഭാലുനെ കഹ, കരടിയാണ് പറഞ്ഞത്. ഭാലു ബോല മുജ്സേ തോ ലോമഡീനെ കഹ, കരടി എന്തു പറഞ്ഞു? എന്നോട് കുറുക്കനാണ് പറഞ്ഞത്. മുജ്സേ തോ ലോമഡീനെ കഹ, എന്നോട് കുറുക്കനാണ് പറഞ്ഞത്. ലോമഡി ബോലി മുജ്സേ തോ ഖർഗോഷിനെ കഹ, കുറുക്കൻ എന്തു പറഞ്ഞു? എന്നോട് മുയലാണ് പറഞ്ഞത്. സബ്സെ പെഹലെ ഇസീനെ കഹാത്ത, ഏറ്റവും ആദ്യം മുയലാണ് പറഞ്ഞത്. ഖർഗോഷ് ചുപ് രഹ, ഇതൊക്കെ കേട്ടപ്പോൾ മുയൽ മിണ്ടാതെ നിന്നു. ചുപ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ, ശബ്ദമുണ്ടാക്കാതെ, മിണ്ടാതെ നിന്നു. ഷേർ ബോല കഹോ ഖർഗോഷ് കഹാ ഗിർ രഹാ ഹെ ആസ്മാൻ, പറയൂ മുയൽ, എവിടെയാണ് ആകാശം വീഴുന്നത്? കഹാ ഗിർ രഹാ ഹെ, എവിടെയാണ് വീഴുന്നത്? ആസ്മാൻ, ആകാശം. ഖർഗോഷിനെ കഹ, മുയൽ പറഞ്ഞു. മേ പേട് കെ നീച്ചെ സോ രഹാത്ത, ഞാൻ മരത്തിൻ്റെ താഴെ, മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുകയായിരുന്നു. വഹി ധം സെ ആസ്മാൻ ഗിര,
അവിടെ ധം എന്ന ശബ്ദത്തോടു കൂടി ആകാശം വീണു. ഷേറിനെ കഹ ചലോ ചൽക്കർ ദേഖേ. അപ്പോൾ സിംഹം പറഞ്ഞു, നടക്കൂ, നമുക്ക് പോയിട്ട് നോക്കാം. ചൽക്കർ ദേഖേ. അവരെല്ലാവരും സിംഹത്തോടൊപ്പം ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയി. വേ സബ് അവരെല്ലാവരും ഉസ് പേട് കെ നീച്ചെ ഗയെ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി. സബ്നെ പേട് കെ നീച്ചെ ദേഖ എല്ലാവരും മരത്തിൻ്റെ ചുവട്ടിൽ നോക്കി. വഹ ഏക് ബഡാസ ഫൽ ഗിരാ പടാ താ അവിടെ ഒരു വലിയ ഫ്രൂട്ട് വീണ് കിടപ്പുണ്ടായിരുന്നു. വഹ അവിടെ ഏക് ഒരു ബഡാസ വലിയ ഫൽ ഫ്രൂട്ട് പഴം ഗിരാ പടാ താ വീണ് കിടപ്പുണ്ടായിരുന്നു. തബി വൈസാഹി ഏക് ഓർ ഫൽ ഗിര അപ്പോൾ തന്നെ അവരവിടെയുള്ള സമയത്ത് തന്നെ അങ്ങനെ തന്നെയുള്ള ഒരു പഴം കൂടെ വീണു. ഏക് ഓർ ഫൽ ഗിര വൈസാഹി അങ്ങനെ തന്നെയുള്ള ഒരു പഴം കൂടെ വീണു. തം ഖർഗോഷ് ചോങ്ക് ഗയാ ഇത് കണ്ടപ്പോൾ മുയൽ ഞെട്ടിപ്പോയി. ചോങ്ക് ഗയാ ഞെട്ടിപ്പോയി. ഷേർ ബോല സിംഹം പറഞ്ഞു, തോ യഹി തുമാരാ ആസ്മാൻ താ അപ്പോൾ ഇതായിരുന്നോ നിൻ്റെ ആകാശം? കളിയാക്കിക്കൊണ്ട് സിംഹം പറഞ്ഞു, ഇതായിരുന്നോ നിൻ്റെ ആകാശം? ലോ ഫിർ ആസ്മാൻ ഗിര നോക്കൂ, വീണ്ടും ആകാശം വീണു. ഭാഗോ ഓടിക്കോളൂ. ഓർ സബി ഹസ്നെ ലഗെ എല്ലാവരും ചിരിക്കാനായിട്ട് തുടങ്ങി. ഹസ്നെ ലഗെ ചിരിക്കാനായിട്ട് തുടങ്ങി. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അവസാനം എന്ത് സംഭവിച്ചു? തൻ്റെ വിഡ്ഢിത്തം തിരിച്ചറിഞ്ഞ മുയൽ നാണം കെട്ട് തല താഴ്ത്തി. മറ്റ് മൃഗങ്ങളും തങ്ങളുടെ അബദ്ധം മനസ്സിലാക്കി. നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഭയപ്പെടുകയോ അത് കണ്ണടച്ച് വിശ്വസിക്കുകയോ ചെയ്യരുത്. ഏത് സാഹചര്യത്തിലും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മളതിന് പ്രതികരിക്കുക. അല്ലെ, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്, ഒന്നും ചെയ്യരുത്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കൊരിക്കൽ കൂടി ചാപ്റ്റർ വായിച്ചു നോക്കാം. ഏക് ഖർഗോഷ് था वह पेड़ के नीचे सो रहा था. अचानक जोर की आवाज़ हुई, थम. खरगोश चौंक कर उठ गया. वह बोला, अरे क्या गिरा? खरगोश ने इधर उधर देखा. उसे कुछ दिखाई नहीं दिया. उसे लगा आसमान गिर रहा है. खरगोश डर गया और भागने लगा. भागते भागते उसे एक लोमड़ी मिली. उसने पूछा, खरगोश भाई कहाँ भागे जा रहे हो? जरा सुनो तो. खरगोश भागते भागते बोला, आसमान गिर रहा है, भागो भागो जल्दी भागो. लोमड़ी भी भागने लगी. आगे जाकर उन्हें एक भालू मिला. भालू बोला, ठहरो ठहरो, कहाँ भागे जा रहे हो? खरगोश और लोमड़ी बोले, भागो तुम भी भागो, आसमान गिर रहा है. भालू भी उनके साथ भागने लगा. खरगोश, लोमड़ी और भालू भागते भागते एक हाथी के पास से निकले. हाथी बोला, अरे सब क्यों भागे जा रहे हो? ठहरो कुछ बताओ तो. भालू बोला, आसमान गिर रहा है, तुम भी भागो. हाथी भी भागने लगा. सब भाग रहे थे. आगे आगे खरगोश, उसके पीछे लोमड़ी, उसके पीछे भालू और सबसे पीछे हाथी. भागते भागते उन्हें शेर मिला. उसने पूछा, तुम सब क्यों भागे जा रहे हो? हाथी बोला, आसमान गिर रहा है, तुम भी भागो. शेर ने दहाड़कर कहा, आसमान गिर रहा है, कहाँ गिर रहा है, रुको. यह सुनकर सभी जानवर रुक गए. शेर ने पूछा, किसने कहा आसमान गिर रहा है? हाथी बोला, भालू ने कहा. भालू बोला, मुझसे तो लोमड़ी ने कहा. लोमड़ी बोली, मुझसे तो खरगोश ने कहा. सबसे पहले इसी ने कहा था. खरगोश चुप रहा. शेर बोला, कहो खरगोश, कहाँ गिर रहा है आसमान?
खरगोश ने कहा, मैं पेड़ के नीचे सो रहा था, वही थम से आसमान गिरा। शेर ने कहा, चलो चलकर देखें। वे सब उस पेड़ के नीचे गए। सबने पेड़ के नीचे देखा, वहाँ एक बड़ा सा फल गिरा पड़ा था। तभी वैसा ही एक और फल गिरा, थम। खरगोश चौंक गया। शेर बोला, तो यही तुम्हारा आसमान था? लो फिर आसमान गिरा, भागो। और सभी हंसने लगे।